ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. സോ ഈ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തോണ്ട് ഒരുങ്ങിയപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ എങ്ങനെയാണ് ഈ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കിയല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഞാൻ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. സോ സ്കിൻ കെയറിന് ഞാൻ എല്ലാ സാധനങ്ങളും സൈഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിൻ കെയറിന് ഫസ്റ്റ് ക്ലെൻസ് ചെയ്ത ഫേസിലേക്ക് ടോണർ അപ്ലൈ ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. പിന്നെ സൺസ്ക്രീൻ ആണ്. ഞാൻ അവിടെ 3 ഫിംഗർ റൂളാണ് ഇടുന്നത്. നിങ്ങൾക്ക് 2 ഫിംഗർ റൂളോ ഇനി റൂളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ മാക്സിമം ഫേസ് കവർ ചെയ്യുന്ന രീതിയിൽ സൺസ്ക്രീൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കരുത്, ടാബ് ചെയ്ത് കൊടുക്കുക. ഞാൻ പോകാനുള്ള ധൃതിക്ക് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് സ്ട്രോക്ക് ക്രീമാണ്. എനിക്കിങ്ങനെ പിങ്ക് ഗ്ലോ തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ CC ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊതുവേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, CC ക്രീമാണ്. അതിങ്ങനെ ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഭയങ്കര കവറേജ് ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ലൈറ്റ് കവറേജ് ആണ്. പക്ഷെ ഒരു മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ ഇല്ല, ഒരു നോ മേക്കപ്പ് ലുക്ക് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു സിമ്പിൾ ലുക്കാണ്, പക്ഷെ നമുക്ക് നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. സോ ഇത് ഞാൻ ഇട്ടിട്ട് കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷോ ബ്യൂട്ടി ബ്ലെൻഡറോ യൂസ് ചെയ്യാം. എനിക്ക് പക്ഷേ ഫിംഗേഴ്സാണ് കൂടുതൽ ഇഷ്ടവും എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് നല്ലോണം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ ചെവിയിലും കഴുത്തിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് മേക്കപ്പ് യൂസ് ചെയ്താലും നിങ്ങളത് ചെവിയിലും കഴുത്തിലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 കളറായിട്ടിരിക്കും. സോ അതിനുശേഷം ഞാനൊരു ഇതെല്ലാം ഒന്ന് മാറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത് ബേബി പൗഡറാണ്. നിങ്ങൾക്ക് ഇവിടെ കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ അത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിവിടെ ബേബി പൗഡർ തന്നെ യൂസ് ചെയ്യുന്നത്. സോ അത് എല്ലാം കഴിഞ്ഞു. ബേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. സോ ഐബ്രോസ് ഫിൽ ചെയ്യാനായിട്ട് ഞാൻ 2 കളറാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്കും ബ്രൗണും. സോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആംഗിൾ ബ്രഷ് ഉപയോഗിച്ച് സെൻറ്ററിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ ഐ ഷാഡോ ഡിപ്പ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കും, ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരിക്കും, അത്ര രസം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ എൻഡിങ്ങിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രഷിലുണ്ടാകുന്ന ബാക്കി എക്സസും പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ, അതായത് നമ്മൾ സെൻറ്ററിൽ നിന്നുള്ള സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ അവിടെ നിന്ന് ഉള്ളതും കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിനിഷിങ്ങിൽ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമ്മൾ ഡാർക്കായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ദിഗംബരൻ്റെ പിരികം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒരു പിരികമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പിരികം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര ഡാർക്ക് ലുക്കിൽ തന്നെ തോന്നുള്ളൂ, ബിക്കോസ് അത് ഫ്രഷ് മേക്കപ്പാണ്, നമ്മൾ ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ തുടച്ചൊന്നും കളയരുത്. നിങ്ങളൊരു സ്പൂളിയോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സോ നമുക്കത് ഈവനിൽ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊരു നാച്ചുറൽ ലുക്ക് തന്നെ കിട്ടുകയും ചെയ്യും. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നില്ല. സോ ഞാൻ എൻ്റെ 2 ഐബ്രോസും ഫിൽ ചെയ്തിട്ട് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ എൻ്റെ ഐബ്രോസ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ നേരെ പോകുന്നത് ബ്ലഷിലേക്കാണ്. സോ ബ്ലഷിന് ഞാൻ അവിടെ പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. സോ പൗഡർ ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലഷ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ഗ്ലോ കിട്ടുന്നത്. പോരാത്തതിന് ഈ മിസ് ക്ലെയറിൻ്റെ ബ്ലഷിനകത്ത് ഒരു ചെറിയൊരു ഷിമറി ഷെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോ നമുക്ക് തരും, ഒരു പിങ്ക് ആട്ടോ. അപ്പം ഞാൻ അത് എൻ്റെ കവളിലും മൂക്കിലും താടിയിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എക്സസ് ഒരു ലൈറ്റ് പിങ്ക് ആയതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ മേലും എക്സ്ട്രാ എടുക്കുന്നൊന്നുമില്ല, ആ ബ്രഷിലുള്ള സംഭവം തന്നെ കണ്ണിൻ്റെ മേലും ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ എനിക്കൊരു പിങ്ക് ഗ്ലോ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സോ അതിനുശേഷം ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ ഐലൈനർ ഇല്ലേ, ഡാസ്ലറിൻ്റെ, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വിങ് ലൈനാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു വിങ് ഇട്ടിട്ട് നേരൊരു വര വരക്കുക, എന്നിട്ട് കോർണർ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടും എനിക്ക് കണ്ണാടി നോക്കി ഇട്ടിട്ട് ശീലമായതുകൊണ്ട് എനിക്ക് ഫോണിൽ നോക്കിയിട്ട് ഇടാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ അങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സൈഡ് മാത്രമേ എനിക്ക് രേനം കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്തു. കോർണർ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇട്ട് ഒരു കണ്ണൊന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ കണ്ണിടാൻ വേണ്ടി ഞാൻ കണ്ണാടി പോയിട്ട് ഇട്ടിട്ടാണ് വരുന്നത്. സോ ഫൈനലി ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നത്തെ ഐ മേക്കപ്പ്. സോ അതിനുശേഷം ഈ മസ്കാര ഗൈസ്, ഈ മസ്കാരനെ കുറിച്ച് പറയാനാണെങ്കിൽ കിടിലം മസ്കാരയാണ്. നല്ലൊരു വാട്ടർ പ്രൂഫ്, നല്ല വോളിമൈസ് തരുന്ന നല്ലൊരു മസ്കാരയാണ്. നിങ്ങൾ ബിഗിനറാണ്, വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾ വേറെ മസ്കാര യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതേ നിങ്ങൾ വാങ്ങിക്കൊള്ളൂ, ബിക്കോസ് ഇതെൻ്റെ 3ാമത്തെ മസ്കാരയാണ്. ഓക്കെ, ഞാനപ്പോൾ മസ്കാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കും, ബിക്കോസ് എൻ്റെ കൺപീലി ഭയങ്കര നീളമുള്ളതാണ്. തിക്നെസ് കുറവാണെങ്കിൽ നീളമുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും വോളിമൈസും കൂടി ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു തന്നെ ഇരിക്കും.
സോ നമുക്ക് ലാഷ് കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണെങ്കിൽ അതൊന്നും യൂസ് ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ കാജലാണ് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് NYBയുടെ കാജലാണ് ഗൈസ്. സ്മജ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാജലാണ്. ഇത് പോകില്ല, ഇത് നമുക്ക് കഴുകിയാലും കളയാൻ വേണ്ടി ഭയങ്കര പണിയാണ്. അപ്പം നല്ലൊരു സ്മജ് പ്രൂഫ് കാജൽ നോക്കുകയാണെങ്കിൽ ഇതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. NYBയുടെ ബ്ലാക്ക് കാജലാണ്. സോ അതിനുശേഷം ഞാൻ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവത്തിൽ പോവാണ്, ലിപ്സിലേക്ക്. സോ ലിപ്പ് ലൈൻ ആദ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്, മാസിൻ്റെ ലിപ്പ് ലൈനർ ഇട്ടിട്ട്. പക്ഷെ അതിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നും. പക്ഷേ എനിക്കിങ്ങനെ ഡാർക്ക് റെഡ് അല്ലെങ്കിൽ പിങ്ക് ഷെയ്ഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഷുഗറിൻ്റെ ന്യൂഡ് ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലൈറ്റ് ആക്കുന്നുണ്ട്. അതിൻ്റെ മേളിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലാക്മേയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അതിട്ടതിന് ശേഷം ഞാൻ ഭയങ്കര സുന്ദരിയായി എന്ന് എനിക്ക് തന്നെ ഒരു തോന്നലാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ദേ മുടി ഈരി കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് മുടി അയച്ചതന്നെയായിട്ട് ഇടുന്നത്, ലൈക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അയച്ചിടാണ്. സോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ലുക്ക്. ലൈക്ക് എനിക്ക് എൻ്റെ കണ്ണ് എഴുതിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾ പട്ടി ഷോ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കമ്മലൊന്നും മാറ്റിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഞാൻ നേരെ പോയി കമ്മലൊക്കെ മാറ്റി ഒരു പേളിൻ്റെ എൻ്റെ ഷർട്ടിന് മാച്ച് ആയിട്ടുള്ള ഒരു കമ്മലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതൊരു സിമ്പിൾ കവറേജ് തരുന്നൊരു മേക്കപ്പാണ്, ഭയങ്കര ഓവർ കവറേജ് ഒന്നും തരില്ല. അപ്പോൾ ഇത് കമ്മലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മാലൊന്നും ഞാൻ മാറ്റുന്നൊന്നുമില്ല, ഈ സിമ്പിൾ മാല തന്നെയാണ്. ഞാൻ ഒരു ബ്ലാക്കും വൈറ്റും റിങ് ഇപ്പോൾ ഇടുന്ന ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു സാറ്റിൻ്റെ ഒരു ഷർട്ടാണ്, കാണുന്നുണ്ടോ, സാറ്റിൻ്റെ ഒരു ഷർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഞാൻ ജീൻസിൻ്റെ കൂടെ ആട്ടോ സ്റ്റൈൽ ചെയ്യുന്നത്. സോ ഇത്രേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ വേണം അല്ലെങ്കിൽ എന്തൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇൻഷാല്ലാ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.